ഇവിടെയുള്ള ആരായിട്ടും ഒരു ബന്ധമില്ല. സ്വാഭാവികമായിട്ടും അവർ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, വെറുതെ ഇട്ടാ നിൽക്കലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ജനലിൻ്റെ ഉള്ളിൽ കൂടി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ കാര്യങ്ങളൊന്നും കാണാനൊന്നും കഴിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനിലുണ്ട്, നിങ്ങൾ ഗർഭിണിയാണോ എന്നുള്ളതിൽ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നതിൽ അവർക്ക് സോഷ്യൽ മീഡിയയെ ആകെ പിടിച്ചു കുലുക്കിയൊരു മരണമായിരുന്നു അസ്മയുടെ. നമ്മൾ കേട്ടു അസ്മ പ്രസവാനന്തരം മരിച്ചു എന്നുള്ളത്. വീട്ടിൽ വെച്ച് ഒരു കുഞ്ഞിനെ ജന്മം നൽകി രക്തസ്രാവം അല്ലെങ്കിൽ ബ്ലീഡിങ് കാരണം, പ്രസവാനന്തരമായിട്ടുള്ള ബ്ലീഡിങ് കാരണം മരിച്ചു എന്നുള്ളത്. ഇതില് കുറ്റക്കാരനായിട്ട് ജനങ്ങൾ കല്ലെറിയുന്നത് സിറാജിനെയാണ്, അതായത് അസ്മയുടെ ഭർത്താവിനെ. ഈ ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിലും ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ പ്രാഥമിക ശുശ്രൂഷകൾ നൽകാനോ അയാൾ തയ്യാറായില്ല എന്നുള്ളതാണ് അയാൾക്കെതിരെ നടത്തുന്ന അക്യൂസേഷൻ. എന്താണെങ്കിലും പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, സ്ത്രീകൾ അധികവും പ്രസവിച്ചിരുന്നത് വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടിൽ വെച്ചിട്ടായിരുന്നു പ്രസവങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഒരു പ്രസവം എടുക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാവും. പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരങ്ങോട്ട് തിരിച്ചു പോകും. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വളരെയധികം കൂടുതലായിരുന്നു പണ്ടത്തെ കാലത്ത്. ഇന്നത്തെ അത്ര ആധുനിക സംവിധാനങ്ങൾ ഈ ഹോസ്പിറ്റൽ കെയറിലൊന്നും ഇത്ര ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അന്നൊക്കെ ഒരു സ്ത്രീ 9 മാസം ഒരു കുഞ്ഞിനെ വയറ്റിൽ കൊണ്ട് നടക്കുന്നു. പക്ഷെ ആ കുഞ്ഞ് ജീവനോടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സംശയമായിരുന്നു. പണ്ടത്തെ ആളുകളൊക്കെ ചിലപ്പോൾ 15 എണ്ണമൊക്കെ പ്രസവിക്കുന്നതിൽ 9 എണ്ണമൊക്കെ ചിലപ്പോൾ ബാക്കി ഉണ്ടാവുള്ളൂ, ബാക്കി 6 എണ്ണം ചിലപ്പോൾ മരിച്ചു എന്ന് വരും. കാരണം അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു, മെഡിക്കൽ കെയർ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും ഈ പ്രസവിക്കുന്ന സമയത്തുള്ള ചില പോരായ്മകൾ കാരണോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് പ്രോപ്പർ മെഡിക്കൽ കെയർ നൽകാൻ സാധിക്കാത്തത് കൊണ്ടൊക്കെ കുഞ്ഞുങ്ങൾ മരിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു സ്ത്രീകളും. രക്തസ്രാവം കാരണം മരിക്കുന്ന ഒരു കൗണ്ട് അല്ലെങ്കിൽ നമ്പർ അത്രയും കൂടുതലായിരുന്നു പണ്ടത്തെ കാലത്ത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത്, ഇന്നത്തെ കാലത്ത് ഒരു എസ്റ്റിമേറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് സ്ത്രീകളുടെ മരണം, ഈ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരണം വളരെയധികം കുറവാണ്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലൊക്കെ ഭയങ്കര ഒരു കെയർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാനൊക്കെ പ്രസവിക്കുന്ന സമയത്ത് എൻ്റെ ബ്ലഡ് ബി നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരാളെ കണ്ടുപിടിക്കണം, ഒരു ഡോണറെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് ഡെലിവറിക്ക് വരാനെന്ന് നേരത്തെ തന്നെ ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമെന്ന് അറിയുന്ന സമയത്ത് ഡോക്ടർമാരെ മുൻകൂറായിട്ട് തന്നെ അവരെ നമ്മൾ അറിയിക്കും. അങ്ങനെ നമ്മൾ ബ്ലഡും കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് നേരത്തെ തന്നെ വെക്കും. അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ആ ഒരു സമയത്ത് നമ്മൾ അത് യൂസ് ചെയ്യും, പിന്നീട് അവിടെ കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ കാലത്തുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മരണം കാര്യങ്ങളൊക്കെ ഇന്ന് വളരെ കുറവാണ്. വളരെ റെയറായിട്ട് മാത്രമേ മരണത്തിലൊക്കെ, അതായത് പ്രസവത്തിൽ സ്ത്രീകൾ മരിക്കാറുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞ് മരിക്കാറുള്ളൂ. വളരെ റെയറാണ്. പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെയല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ സിറാജിന് മതം തലക്ക് കയറിയതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ ചില ചിന്താഗതികൾ, അതിൻ്റെ ഒരു അതിപ്രസനം കാരണം അയാൾക്ക് മുന്നോട്ട് ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ മാനസികമായിട്ട് കഴിയാത്തതുകൊണ്ടായിരിക്കും. അയാൾ ഭയങ്കരമായിട്ട് റിലീജിയസ് ആയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ മതമാണെങ്കിലും എന്താണെങ്കിലും അത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അപകടമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. മതത്തിലാവട്ടെ നമ്മൾ വിശ്വാസത്തിലൊന്നും എവിടെയും ഭാര്യമാരെ പ്രസവത്തിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകരുത് എന്നെന്താണെങ്കിലും എവിടെയും പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും ഇയാളെ ഒരു അറസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ വിഷ്വൽ ഉണ്ടായിരുന്നു, കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇയാളുടെ മുഖത്ത് യാതൊരു കൂസലോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ സിറാജിനെ കാണുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യ മരിച്ചതിന് ശേഷം നാട്ടുകാരെല്ലാവരും കൂടെ വളഞ്ഞ് ഇയാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് വളരെ കൂളായിട്ടാണ് ഇയാൾ മറുപടി പറയുന്നത്. എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ അയാളുടെ ഉള്ളിൽ അയാൾ ചെയ്തത് ശരിയാണ് എന്നുള്ള തോന്നൽ ഉണ്ടായിരിക്കാം. സത്യത്തിൽ അയാൾ പറയുന്നുണ്ട്, ആദ്യത്തെ 2 പ്രസവങ്ങൾ, ഭാര്യയുടെ 2 പ്രസവം ഹോസ്പിറ്റലിലായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ള പ്രസവങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു എന്നുള്ളത്. ഒരുപക്ഷെ അയാളുടെ ഒരു കോൺഫിഡൻസ് ആയിരിക്കാം, വീട്ടിൽ വെച്ച് പ്രസവങ്ങൾ നടത്തി കഴിഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ളത്. ഇത് പണ്ടത്തെ കാലത്താണെങ്കിൽ ഇത് അത്ര ഒരു പ്രശ്നമാവില്ലായിരുന്നു. കാരണം ഇങ്ങനെയുള്ള മരണങ്ങൾ വളരെയധികം സ്വാഭാവികമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് മെഡിക്കൽ രംഗം ഇത്രയും മുന്നിട്ട് നിൽക്കുന്ന സമയത്തും ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ല, രക്തസ്രാവം ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് പ്രയാസം തന്നെയാണ്. പണ്ടത്തെ കാലത്ത് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ത്രീകൾ ആ വേദനയൊക്കെ കടിച്ചമർത്തി വീട്ടിൽ നിന്ന് പ്രസവിക്കണം, അതായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് സ്ത്രീകളുടെ വേദനകൾ കുറക്കാനും അവർക്ക് ആ ഒരു സമയത്ത് താങ്ങായും തണലായി നിൽക്കാൻ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ഉള്ള സമയത്ത് അവർക്ക് എന്തിനാണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിഷേധിക്കുന്നത്? അല്ലെ, ഒരിക്കലും ഒരു മതവും അനുശാസിക്കുന്നില്ല സ്ത്രീകൾ വേദനിച്ച് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് വീട്ടിൽ തന്നെ പ്രസവിക്കണം എന്ന് എവിടെയും പറയുന്നില്ല.
ഏറ്റവും നല്ല മെഡിക്കൽ ഹെൽപ്പ് എവിടെയാണോ കിട്ടുന്നത് അവിടെ അവരെ എത്തിക്കണം എന്നുള്ളതാണ്. എന്താണെങ്കിലും അസ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് നാട്ടുകാരും ആളുകളൊക്കെ കുറച്ച് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അവർക്ക് എന്താ പറയാനുള്ളതെന്നൊന്ന് കേട്ടു നോക്കാം. പെരുമ്പാവൂർ സ്വദേശിനി അസ്മ അന്ധവിശ്വാസത്തിന്റെയും നടുക്കുന്ന ക്രൂരതകളുടെയും ഒടുവിലത്തെ ഇര. 35 വയസ്സിനിടെ അസ്മയുടെ 5ാം പ്രസവമായിരുന്നു ഇന്നലെ. അതും ആശുപത്രിയിലല്ല, മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ. അസ്മ ആശുപത്രിയിൽ പ്രസവിക്കുന്നത് ഭർത്താവ് സിറാജുദ്ദീന് സഹിക്കില്ല. ആദ്യ 2 പ്രസവങ്ങൾ ആശുപത്രിയിലായിരുന്നു. 3ാമത്തെയും 4ാമത്തെയും കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ അസ്മ പ്രസവ വേദന വീടിനുള്ളിൽ തന്നെ കടിച്ചമർത്തി. അന്നൊന്നും അനങ്ങിയില്ല സിറാജുദ്ദീൻ. ഒടുവിൽ 5ാം പ്രസവത്തിനും വീട്ടിലെ മുറി തന്നെ ഒരുക്കി സിറാജുദ്ദീൻ. ഇന്നലെ ഉച്ച മുതൽ പ്രസവ വേദന കൊണ്ട് പുളഞ്ഞ അസ്മയുടെ നിലവിളി സിറാജുദ്ദീൻ അവഗണിച്ചു. വീട്ടിൽ മറ്റു 4 കുട്ടികളും സിറാജുദ്ദീനും മാത്രമായിരുന്നു ആ സമയം. 6 മണിയോടെ 5ാമത്തെ കുഞ്ഞിന് അസ്മ ജന്മം നൽകി. രക്തം വാർന്നിട്ടും സിറാജുദ്ദീൻ അനങ്ങിയില്ല. പൊക്കിൽ കൊടി മുറിച്ചു മാറ്റിയ ചോരക്കുഞ്ഞിനെ അസ്മയ്ക്കൊപ്പം തന്നെ കിടത്തി. 3 മണിക്കൂറോളം വേദന തിന്ന അസ്മ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ആ സമയവും വീട്ടിലുണ്ടായിരുന്നത് സിറാജുദ്ദീൻ മാത്രം. ഒടുവിൽ പരിചയക്കാരെ വിളിച്ചു വരുത്തി അസ്മയുടെ മൃതദേഹം ആംബുലൻസിൽ കയറ്റി പെരുമ്പാവൂരിലേക്ക് തിരിച്ചു. നവജാത ശിശുവിനെയും കയ്യിലെടുത്ത് മണിക്കൂറുകൾ നീണ്ട യാത്ര. പെരുമ്പാവൂരിലെത്തിയത് അർദ്ധരാത്രി. അപ്പോഴാണ് അസ്മയുടെ മരണവിവരം പെരുമ്പാവൂരിലെ ബന്ധുക്കൾ അറിയുന്നത്. ജനിച്ച പാടുള്ള യാത്രയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ കുഞ്ഞിനെ ഒടുവിൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പ്രസവം കഴിഞ്ഞു, വിളിച്ചു പറയാണ് ഇങ്ങനെ അസ്മ പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി പറയാണ് അസ്മ മരണപ്പെട്ടു എന്നും പറയാണ്. ആ ചോരക്കുഞ്ഞിനെ ഇവര് ആ കൊച്ചിനെ പോലും ഹോസ്പിറ്റലിലേക്ക് ചെയ്യാതെ ആ കൊച്ചിനെയും കൂടെ കൂടിയിട്ടാണ് ഇവിടെ കിലോമീറ്ററോളം സഞ്ചരി. ഇന്നലെ ഈ വീട്ടിൽ നിന്നാണ് അസ്മയുടെ പ്രസവവും തുടർന്നുണ്ടായ മരണവും ഒക്കെ സംഭവിക്കുന്നത്. ഏതാണ്ട് 1.5 വർഷം മുൻപാണ് സിറാജുദ്ദീനും അസ്മയും ഈ വീട്ടിലേക്ക് വാടകയ്ക്കായിട്ട് എത്തുന്നത്. ഈ വാടകയ്ക്ക് എത്തി 1.5 വർഷം പിന്നിടുമ്പോഴും നാട്ടുകാരും അതുപോലെ അയൽക്കാരുമായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ബന്ധവും ഇവർ പുലർത്തിയിരുന്നില്ല. ഇവിടെയുള്ള ആരായിട്ടും ഒരു ബന്ധമില്ല. സ്വാഭാവികമായിട്ടും അവർ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, വെറുതെട്ട നിൽക്കലെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ജനലിന്റെ ഉള്ളിൽ കൂടി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേറെ കാര്യങ്ങളൊന്നും കാണാനൊന്നും കഴിയില്ല. പക്ഷെ ഇതിന്റെ ഒരു ക്വസ്റ്റ്യനിലുണ്ട്, നിങ്ങൾ ഗർഭിണിയാണോ എന്നുള്ളതിൽ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നതിൽ അവർ ഗർഭിണിയല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. സിറാജുദ്ദീൻ അറിയപ്പെടാത്ത ആളാണെങ്കിലും മടവൂർ ഗാഫിലെ എന്ന യൂട്യൂബ് ചാനൽ അറിയാത്തവർ ചുരുക്കമായിരിക്കും. 63,000-ലേറെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിന്റെ ഉടമയാണ് സിറാജുദ്ദീൻ. ചാനൽ തുറന്നുവച്ചതോ നട്ടാൽ കുരുക്കാത്ത നുണകളും അന്ധവിശ്വാസങ്ങളും മന്ത്രവാദ ചികിത്സയും പ്രചരിപ്പിക്കാൻ മാത്രം. അസ്മയുടെ നാട്ടുകാരൊക്കെ പറയുന്നത് അവർക്ക് ഇങ്ങനൊരു ഗർഭം ഉണ്ടായിരുന്നു എന്നുള്ളത് ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ആരും അറിഞ്ഞിട്ടില്ല ഇവർ ഗർഭിണിയായിരുന്നു എന്നുള്ളത്. ചില ആളുകളൊക്കെ അങ്ങനെയാണ്, ഈ ഗർഭം ഉണ്ട് എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ കുറച്ചിലാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. അല്ലാന്നുണ്ടെങ്കിൽ സ്ത്രീകൾ കുറെ പ്രസവിക്കാനുള്ള ആളുകളാണ്, അതുകൊണ്ട് അതെന്തോ ആയിക്കോട്ടെ, അതൊന്നും ഒരു കൺസേൺ അല്ല എന്നുള്ള രീതിയിൽ മൃഗങ്ങളൊക്കെ അവിടെ എവിടെ പോയി പ്രസവിക്കുന്ന പോലെ ആണ് പല ആളുകളും സ്ത്രീകളുടെ പ്രസവത്തെയൊക്കെ കാണുന്നത്. അത്രയും ലാഘവത്തോടെ എടുക്കേണ്ട ഒന്നല്ല അത്. 2 ജീവനുകളാണ് ആക്ച്വലി നമ്മൾ റിസ്കിലിടുന്നത്, ഉമ്മയുടെ ജീവനും കുഞ്ഞിന്റെ ജീവനും. അതിന്റെ 2നും നമ്മൾ വില കൊടുക്കണം. പിന്നെ എനിക്ക് ഇവരുടെ ഒരു ന്യൂസ് കേട്ട സമയത്ത് തോന്നിയൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 35 വയസ്സ് മാത്രമുള്ള ഒരു അസ്മ ഈ ഒരു പ്രായത്തിനുള്ളിൽ 5-6 പ്രസവം നടന്നു എന്നുള്ളതാണ്. എന്തൊരു വിഷമമുള്ള ഒരു കാര്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പ്രസവിക്കണ്ട എന്നുള്ളതല്ല, പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായി ഇരിക്കുന്ന സമയത്ത് വീണ്ടും 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 കുഞ്ഞുങ്ങളെ പ്രസവിക്കുക എന്നൊക്കെ പറയും. പണ്ടത്തെ കാലത്ത് നമ്മളൊരു ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാനും അവരെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ കുടുംബത്തിലുള്ള മറ്റു പല ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലേ, ന്യൂക്ലിയർ ഫാമിലിയാണ്. പ്രത്യേകിച്ച് ഇവരുടെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ഇവർ ഒറ്റയ്ക്കൊരു വാടക വീട്ടിലാണ് താമസം എന്നുള്ളതാണ്. അസ്മയും സിറാജും വാടക വീട്ടിൽ ഒറ്റക്കാണ് താമസിക്കുന്നത്. ആ ഒരു സമയത്ത് ഈ 5 മക്കളെയും കൂടെ അസ്മ നോക്കേണ്ടുന്ന ഒരവസ്ഥ, ഒരു സ്ത്രീ നോക്കേണ്ടുന്ന ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ മതി. എന്താണെങ്കിലും വളരെയധികം വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊന്നും അത്ര പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു ന്യൂസോടുകൂടെ പല ആളുകൾക്കും മതം തലക്ക് പിടിച്ച, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചിന്താഗതികൾ തലക്ക് പിടിച്ചിട്ടുള്ള ആളുകൾക്ക് എന്താണെങ്കിലും ഇത് കൺതുറക്കാനുള്ള ഒരു ന്യൂസാണ്. ഇതുപോലെയുള്ള വാർത്തകൾ വന്നാൽ അത് ഭാര്യയാണെങ്കിലും പെങ്ങളാണെങ്കിലും ആളുകൾ പ്രതികരിക്കും. മർമ്മത്ത് കൊള്ളേണ്ടടുത്ത് തന്നെ ആളുകൾ കൊള്ളിക്കും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ.